ഏത്തക്കായും കൂടിയിട്ട് ഒലത്തിരിക്കുന്നതിൽ നോക്കാം. അപ്പോൾ നോക്കയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഈ ബീഫ് ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഏത്തക്കായാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഏത്തക്കായും ഞാൻ ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഏത്തക്കായുടെ തൊണ്ട് കളയാണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ തൊണ്ട് കളയാം, തൊണ്ട് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അത് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫും ഏത്തക്കായും കൂടിയിട്ട് വേവിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ കറി നമ്മൾ ഒലത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചതച്ചെടുത്ത കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടിൽ നിന്ന് പകുതി വീതം ബീഫും കായയും കൂടിയിട്ട് വേവിച്ചെടുക്കുമ്പോൾ വേണം. ബാക്കിയുള്ളത് ഈ കറി ഒലത്തിരിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല എരിവുള്ള 4 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോളയുടെ പകുതി സ്ലൈസ് ചെയ്തെടുത്തത്. മീറ്റൊക്കെ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ സവോളയ്ക്ക് വളരെ കുറച്ച് ചേർത്താൽ മതി. കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ചെറുതായിട്ട് ഒരു മധുരിപ്പ് വരും. കറി നമ്മൾ ഒലത്തിരിക്കുന്ന സമയത്താണ് സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി കൂടുതൽ ചേർക്കേണ്ടത്. പിന്നെ വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബീഫും കായും കൂടിയിട്ട് വേവിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ കറി നമ്മൾ ഒലത്തിരിക്കുന്നത്. ഈ കറി ഒലത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 4 വലിയ ചുവന്നുള്ളിയും 8 വലിയ വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും വേണം, കുരുമുളകിന്റെ പൊടിയും വേണം. പിന്നെ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ കടുക്, പിന്നെ കറിവേപ്പില. പിന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ എടുക്കുന്ന ടേബിൾ സ്പൂൺ ഏതാണെന്നൊന്ന് കാണിക്കണമെന്ന്. ഈ ടേബിൾ സ്പൂണിലാണ് ഞാൻ മെഷർമെന്റ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അതിന് കറിയാക്കാന്ന്. നമുക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ബീഫ് നമുക്കൊരു 3/4 ഭാഗം വേവിക്കാം. ബീഫ് ഒരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ഏത്തക്കായും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ബീഫിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മളൊരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് പകുതി ചേർക്കാം. ഇനി നമുക്ക് ചതച്ചെടുത്ത കുരുമുളക് ചേർക്കാം. ഇത് നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി ചേർക്കാം. പച്ചമുളക് ചേർക്കാം, സവോള ചേർക്കാം. ഞാൻ ഇവിടെ ഒരു മീഡിയം സവോളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ബീഫ് വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കായ വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ചേർക്കണം. ഈ ബീഫൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേവണ ബീഫാണ്. നമ്മുടെ നാട്ടിലെ ബീഫൊക്കെ ആണെങ്കിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വേവിക്കണം. എന്നാൽ മാത്രമേ ആ ബീഫ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇവിടെ കിട്ടുന്ന ബീഫൊക്കെ എങ്ങനത്തെ ബീഫെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രോയിലർ ചിക്കൻ്റെ പോലെയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഏറ്റവും ആദ്യം ബീഫ് നമുക്കൊരു 3/4 ഭാഗം വേവിക്കാം. ഇത് തീ ഓണാക്കാം, ഇത് മൂടി വയ്ക്കാം. ഇവിടെ കിട്ടുന്ന ബീഫൊക്കെ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പം ബീഫ് ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ബീഫ് നമ്മൾ ഏറ്റവും ആദ്യം വേവിക്കാനിടുന്ന സമയത്ത് ഇഞ്ചിയും കൂടിയും ചേർക്കണം. ഞാൻ ഇഞ്ചി ചേർക്കാൻ മറന്നുപോയി. ഇഞ്ചി കൂടിയും ചേർക്കാം ഇതിലേക്ക്. ഇതിലേക്ക് നമുക്ക് ഏത്തക്കായ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ബീഫ് നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കായ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് വെള്ളം വേണം. പിന്നെ ഈ കറി നമ്മൾ ഒലത്തിരിക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആയിട്ടല്ല ഒലത്തിരിക്കുന്നത്. നമുക്ക് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഏത്തക്കായ വേവിക്കാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ തന്നെ ഈ ഏത്തക്കായ നമുക്ക് വെന്ത് കിട്ടും. നമുക്ക് മൂടി വയ്ക്കാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ബീഫും ഏത്തക്കായയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കറി നമുക്ക് ഒലത്തിയെടുക്കാം. ഇനി നമുക്ക് കറി ഒലത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർക്കാം. കറിവേപ്പില ചേർക്കാം.
ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഈ മല്ലിപ്പൊടിയൊക്കെ നമ്മൾ കറിയിൽ ചേർക്കുമ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ട് ഫ്രഷ് ആയിട്ടുള്ള മല്ലിപ്പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിടാം. ഇതിലേക്ക് നമുക്ക് ചതച്ചെടുത്ത കുരുമുളക് ചേർക്കാം. നമ്മുടെ മസാലപ്പൊടികളെല്ലാം എണ്ണ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. പെരിഞ്ജീരകം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ ബീഫും കായും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം നമുക്ക് എണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് മൊരിക്കണ്ട. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കണ ബീഫും കായും ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തേക്കുന്നത്. ഈ കറി നന്നായിട്ട് തിളച്ചിട്ട് ഇതിൻ്റെ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കറിയിലെ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണില്ല. ഇതേപോലെ ചെറുതായിട്ട് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതുകൊണ്ട് ബീഫും കായും കൂടി മുളത്തിയെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഈ കറി കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കണം. ഇനി കറിയിലേക്ക് ഞാൻ ഗരം മസാല ചേർത്തിട്ടില്ല. അതിന് പകരമായിട്ടാണ് ഇതിലേക്ക് ഞാൻ പെരിഞ്ജീരകം ചേർത്തേക്കുന്നത്. വെള്ളോട്ടു വിളക്കിൽ തിരിയേഴും തെളിച്ച്